ഇത് നമ്മൾ എടുത്തിട്ടുള്ള ഒരു ബ്ലാക്ക് സെറ്റ്സെറ്റ് പ്ലാന്റ് ആണ്. ഈ സെറ്റ്സെറ്റ് പ്ലാന്റ് നമ്മൾ തണ്ട് കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ മൂത്ത തണ്ട് നോക്കിയിട്ടാണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കുക. കുറച്ച് ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതിൽ മുള പൊട്ടിയിട്ട് കിഴങ്ങുണ്ടാവുകയും അതുപോലെ തന്നെ അതിൽ വേര് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞാൻ തണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലുള്ളതിലും വെച്ച് ഇതിൽ നമ്മൾ ഈ ഒരു തണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു ബ്ലേഡോ ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ തണ്ട് നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കാം. ചെറിയൊരു ഗ്ലാസ്സിലായിട്ട് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ മുന്നേ ഇതുപോലെ ഒരു ഗ്രീൻ സെറ്റ്സെറ്റ് പ്ലാന്റിൻ്റെ തണ്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിപ്പോൾ ഏകദേശം ഒരു 2 മാസത്തോളം ആയിട്ടുണ്ടാവും. കണ്ടില്ലേ, കിഴങ്ങ് ഒരു ചെടിയിൽ തന്നെ 1-2 കിഴങ്ങ് വന്നിട്ടുണ്ട്. അതിന് വേരുകളും ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തതിനൊക്കെ നമുക്ക് കിഴങ്ങൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോ പോട്ടിലാക്കി വെച്ച് കൊടുത്തിട്ട് ഒരുപാട് പോട്ടിലായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതൊരു ചെറിയൊരു കുപ്പിയിലോ അല്ലെങ്കിൽ ഗ്ലാസ്സിലോ വെള്ളം നിറച്ചിട്ട് അതിൽ വെച്ച് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ ഒന്നും കൂടി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് വെള്ളത്തിൽ ഇറക്കി വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ ഈ താഴത്തെ ലീഫൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല, എങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഈ ഒരു തണ്ടും ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് ഇത് എങ്ങനെയാവുമെന്നൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്.